ഒരു കപ്പ് പൊട്ടുകടല മതി. അതെടുത്തിട്ട് ആ മിക്സി ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുത്ത് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ആദ്യം ഒരു കപ്പ് പൊട്ടുകടല ഒരു പാനിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി അതൊന്ന് ചൂടാറുന്ന സമയം കൊണ്ട് ഒരു കപ്പ് ശർക്കര പൊടിച്ചതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഇനി ചൂടാറിയിരിക്കുന്ന പൊട്ടുകടല ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് അത്യാവശ്യം ഫൈനായിട്ട് തന്നെ ഇതുപോലെ ഒന്നങ്ങ് പൊടിച്ചെടുക്കാം. ഇനി ഞാനതൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ചെറു ചൂടോടെ ആ ശർക്കര പാനി കുറച്ചായിട്ട് അതിലേക്ക് ഒഴിച്ച് കട്ട കെട്ടാതെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ മൊത്തത്തിൽ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ടിട്ടാണ് ഫ്ലെയിം ഓൺ ആക്കി ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കേണ്ടത്. പെട്ടെന്ന് തന്നെ ഇതുപോലെ നന്നായി അങ്ങ് കുറുകി വരും. ആ സമയം ഇതിലേക്കൊരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് വീണ്ടും നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ദാ പാനിന്നൊക്കെ വിട്ടു വരണ ആ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. അന്നേരം നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒന്നങ്ങ് ലെവൽ ചെയ്ത് ചൂടാറണ സമയത്ത് ഡീമോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ പൊട്ടുകടല ബർഫി എന്നൊക്കെ വിളിക്കാട്ടെ ഇതിനെ. എന്തായാലും നല്ല സോഫ്റ്റാണ്, സെറ്റാണ്, അടിപൊളിയാണ്. വേഗം ആയിക്കോട്ടെ.